السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അഹമ്മിയത്തുസ്സല, നിസ്കാരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് ചുരുങ്ങിയ സമയത്ത് നിങ്ങൾ ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ. ഇമാം ബുഖാരി, മുസ്ലിം ഒക്കെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിച്ച ഹദീസാണ്. ഇസ്ലാം 5 കാര്യത്തിന്മേൽ പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നു. ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. നിങ്ങളിപ്പോൾ കേട്ടതാണ് 2 ഷഹാദത്തുകൾ. അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹനായി മറ്റാരുമില്ലെന്നും മുഹമ്മദും അള്ളാഹുവിൻ്റെ റസൂലാണെന്നും സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊരാൾ സാക്ഷ്യം വഹിക്കേണ്ടതുണ്ട്. ഈ ഒരു വിശ്വാസ കാര്യം ഒരാൾ ശരിയാക്കി കഴിഞ്ഞാൽ അയാൾക്ക് ചെയ്യാനുള്ള ആദ്യത്തെ കർമ്മം ഏതാണെന്ന് ചോദിച്ചാൽ വ ഇഖാമിസ് സലാ, നിസ്കാരം നിലനിർത്തുക എന്നുള്ളതാണ്. പിന്നീട് പറഞ്ഞു വ ഈതാഇസ് സക്കാ, സക്കാത്ത് കൊടുക്കലാണ്. അതുപോലെ വസൗമി റമളാൻ വ ഹജ്ജ് ബൈത്തില്ലാഹ് മൻ ഇസ്തതാഅ ഇലൈഹി സബീല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭവനത്തിലേക്ക് ഹജ്ജ് ചെയ്യുന്നതിന് വേണ്ടി മക്കയിലേക്ക് പുറപ്പെടുക എന്ന കാര്യം പറഞ്ഞിരിക്കുകയാണ്. നോക്കൂ സഹോദരങ്ങൾ, ദീനുൽ ഇസ്ലാമിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് നിർബന്ധമായിട്ടുള്ള കർമ്മം, അവൻ വിശ്വാസ കാര്യം പഠിച്ചു കഴിഞ്ഞാൽ, അവൻ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവൻ നിർബന്ധമായി ചെയ്തിരിക്കേണ്ട ഒന്നാമത്തെ കർമ്മം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് നിസ്കാരമാണ്. ഈ നിസ്കാരമാകട്ടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞുപോയ എല്ലാ ഉമ്മത്തിലും അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുള്ളൊരു കർമ്മമാണ്. തൗഹീദ് പോലെ തന്നെ തൗഹീദ് എല്ലാ അമ്പിയാക്കളും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീന് പ്രബോധനം ചെയ്യുമ്പോൾ തൗഹീദ് പ്രബോധനം ചെയ്തിരിക്കുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, വലഖദ് ബഅസ്നാ ഫി കുല്ലി ഉമ്മത്തിൻ റസൂല. എല്ലാ സമുദായത്തിലേക്കും റസൂലിനെ അല്ലാഹു തആല നിയോഗിച്ചിട്ടുണ്ട്. എല്ലാവരും പ്രബോധനം ചെയ്തു, അനിഅബ്ദുല്ലാഹ് വജ്തനിബുത് താഗൂത്ത്, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണം, അവന് പുറമെ ആരാധിക്കപ്പെടുന്ന സകല ദുർമൂർത്തികളെയും വെടിയണം. അതുപോലെ തന്നെ എല്ലാ അമ്പിയാക്കളും അവരുടെ സമുദായത്തിന് പറഞ്ഞ, അവരോട് പ്രബോധനം ചെയ്ത ഒരു കാര്യമാണ് എന്ത്? നിസ്കാരം എന്ന് പറയുന്നത്. മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തെക്കുറിച്ച് അല്ലാഹു തആല സൂറത്തു ഇബ്രാഹിമിൽ അറിയിക്കുകയാണ്. അദ്ദേഹം പ്രാർത്ഥിക്കുന്നു, റബ്ബി ജഅൽനി മുഖീമസ്സലാ വമിൻ ദുർരിയതി. റബ്ബേ, എന്നെ നിസ്കാരം നിലനിർത്തുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണമേ, എൻ്റെ സന്താന പരമ്പരയിലുള്ളവരെയും എന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്. അപ്പം അതിൽ നിന്നും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലത്തും അതിനു മുമ്പൊക്കെ ഒരുപാട് ഖുർആനിൽ നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ അമ്പിയാക്കൾ അവർ അത് കൽപ്പിക്കുന്നതും അവർ അത് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നതുമൊക്കെയായ ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. മഹാനായ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തെക്കുറിച്ച് അല്ലാഹു തആല പുകഴ്ത്തി പറയുകയാണ്, വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാ. അദ്ദേഹം തൻ്റെ കുടുംബത്തോട് നിസ്കാരം കൽപ്പിക്കുമായിരുന്നു എന്ന് അല്ലാഹു തആല ഒരു പ്രവാചകനെ കുറിച്ച് പറയുകയാണ്. അതുപോലെ തന്നെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. ആ നേരിട്ട് സംസാരിച്ച വേളയിൽ സൂറത്തു ത്വാഹയിൽ അല്ലാഹു തആല ആ കാര്യം പറയുന്നുണ്ട്, ഫഅ്ബുദ്നി, ആകയാൽ നീ എന്നെ ഇബാദത്ത് ചെയ്യണം മൂസ, വഅഖിമിസ് സ്വലാത ലിദിക്രി, അതുപോലെ നീ എന്നെ ഓർക്കുന്നതിന് വേണ്ടി നീ എനിക്ക് വേണ്ടി നിസ്കരിക്കണം, നീ നിസ്കാരം നിലനിർത്തണമെന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് സംസാരിച്ചിട്ടുള്ള കാര്യമാണ്. ഇനി സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് അല്ലാഹു തആല പറയുകയാണ്, ഫനാദതുൽ മലായിക, അദ്ദേഹത്തെ മലായികത്തുകൾ വന്ന് വിളിക്കുകയാണ്. വഹുവ ഖായിമുൻ യുസല്ലി ഫിൽ മിഹ്റാബ്, അദ്ദേഹം മിഹ്റാബിൽ വെച്ച് നിന്നുകൊണ്ട് നിസ്കരിക്കുന്നവനായിരുന്നു എന്നാണ് അറിയിക്കുന്നത്. അപ്പോൾ സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമയും നിസ്കരിക്കുന്നവനാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അല്ലാഹു തആല കൽപ്പിക്കുകയാണ്, വഅ്മുർ അഹ്ലക ബിസ്സലാഹ്, നീ നിന്റെ കുടുംബത്തോട് നിസ്കാരത്തെ തൊട്ട് കൽപ്പിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ്. അപ്പം അല്ലാഹു അമ്പിയാക്കളോട് കൽപ്പിച്ചിട്ടുണ്ട് നിസ്കാരം നിലനിർത്തണം, കുടുംബത്തോട് അത് കൽപ്പിക്കണം എന്നുള്ള കാര്യം. അവരെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്, അവർ കുടുംബത്തോട് കൽപ്പിക്കുമായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതെല്ലാം തന്നെ സഹോദരങ്ങളെ, നിസ്കാരത്തിന് അല്ലാഹു തആല അത്ര വലിയ വില കൽപ്പിച്ചിട്ടുണ്ട് എന്നറിയിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുക, ദീനുൽ ഇസ്ലാമിൽ ഏതെങ്കിലും ഒരു കർമ്മം
അതുപേക്ഷിച്ചാൽ ഒരാൾ ഇസ്ലാമിൽ നിന്നും പുറത്തു പോകുമെങ്കിൽ, അഥവാ തൗഹീദ് അല്ലാത്ത, തൗഹീദ് വിശ്വാസ കാര്യമായിട്ടാണ് നമ്മൾ പറയുന്നത്, തൗഹീദിൽ നിന്നും വിശ്വാസത്തിൽ നിന്ന് പുറത്തു പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, നവാഖിദുൽ ഇസ്ലാമുകളുണ്ട്, ഇസ്ലാമിൽ നിന്നും പുറത്തു പോകുന്ന കാര്യങ്ങളുണ്ട്. എന്നാൽ ഏതെങ്കിലും ഒരു അമൽ, ഒരു കർമ്മം അതൊരാൾ ഉപേക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ അത് മുഖേന അയാൾ ദീനുൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും എന്നുള്ള കാര്യത്തിൽ സ്വഹാബികളുടെ ഇജ്മാ ഉള്ള ഒരു കാര്യം അത് നിസ്കാരമാണ്. നിസ്കാരത്തെക്കുറിച്ച് മുഴുവൻ സ്വഹാബികളും പറഞ്ഞത് കാണാൻ സാധിക്കും. ആരെങ്കിലും നിസ്കാരം അത് നിർബന്ധമില്ല എന്ന ബുദ്ധിയോടുകൂടി അതിനെ നിഷേധിച്ചുകൊണ്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ അവൻ ദീനുൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിരിക്കുകയാണ്. പിന്നീട് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നത്, അത് മടി കൊണ്ട് ചില ആളുകൾ ഒഴിവാക്കും, നിസ്കാരത്തോട് വെറുപ്പില്ല, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ആ നിയമത്തോടൊരു വെറുപ്പില്ല, അങ്ങനെ ഒരു ധാർഷ്ട്യത്തിൽ അവനത് ഒഴിവാക്കുന്നതുമല്ല, എങ്കിൽ അവന്റെ വിധി എന്താണ് എന്നാണ്. എന്നാലും അതിലും ഏറ്റവും ശരിയായ അഭിപ്രായമായി ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് അവൻ ദീനുൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്നാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൊതുവായിട്ടാണ് പറഞ്ഞത്. അവിടുന്ന് മടി മുഖേന എന്നോ മടിയില്ലാതെ എന്നോ വെവ്വേറെ പറഞ്ഞിട്ടില്ല. അവിടുന്ന് പറഞ്ഞു ബൈന റജുലി വബൈന ശിർക്കി ഔൽ കുഫ്രി തർക്കുസ്സലാം. ഒരു മനുഷ്യന്റെയും കുഫറിന്റെയും അല്ലെങ്കിൽ ആ ഷിർക്കിന്റെയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നിസ്കാരം ഉപേക്ഷിക്കലാണ്. ഒരാൾ നിസ്കാരം ഉപേക്ഷിച്ചിട്ട് അവൻ 5 നേരത്തെ നിസ്കാരം ഇല്ല എങ്കിൽ അവൻ നമ്മുടെ നാട്ടിലുള്ള മറ്റ് ഇതര മതസ്ഥരെ പോലെ അത് ശരിക്കും പരിഗണിക്കാൻ പറ്റുകയുള്ളൂ എന്നാണ്. നമ്മുടെ നാട്ടില് യഥാർത്ഥത്തിൽ ഇസ്ലാമിക രാജ്യമല്ലാത്തത് കൊണ്ടും, അല്ലെങ്കിൽ പൊതുവെ ആളുകൾ ഇസ്ലാമിക രാജ്യത്താണെങ്കിലും ശരി ഇത്തരം കാര്യങ്ങൾ ഗൗരവത്തിൽ പരിഗണിക്കാത്തത് കൊണ്ടാണ്. അതല്ല എങ്കിൽ മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്, ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളയെ പോലുള്ള പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്, ഒരാൾ നിസ്കരിക്കുന്നില്ല എങ്കിൽ, വാപ്പ നിസ്കരിക്കുന്നില്ല എങ്കിൽ അയാളെ പിന്നീട് മുസ്ലിമായി പരിഗണിക്കാൻ സാധിക്കുകയില്ല, അയാളിൽ നിന്നും അനന്തരം സ്വീകരിക്കാൻ സാധിക്കുകയില്ല. കാരണം അനന്തരം സ്വീകരിക്കണമെങ്കിൽ ആ അനന്തരം നൽകുന്നവൻ മുസ്ലിം ആയിരിക്കണം, അതിന് മതം മാറാൻ പാടില്ല, വേറെ വ്യത്യാസം ദീന് മാറാൻ പാടില്ല. ഇനി മകൻ നിസ്കരിക്കാത്തവനാണെങ്കിൽ മകൻ അനന്തരം പോകുകയില്ല എന്നാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ നിയമം. അതേപോലെ തന്നെ മുസ്ലിമീങ്ങളുടെ പൊതുവായിട്ടുള്ള മറമാടുന്ന മക്ബറകളിൽ ആ വ്യക്തിയുടെ മയ്യിത്ത് അത് സംസ്കരിക്കപ്പെടുകയില്ല എന്നുള്ളതാണ് ഇസ്ലാമിന്റെ നിയമം. അത്രയും കടുത്ത കാര്യമാണ്. അങ്ങനെയുള്ള ഒരുവന് ഒരിക്കലും വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ പാടില്ല, അങ്ങനെയുള്ള ഒരു സ്ത്രീയെ ഒരിക്കലും വിവാഹം കഴിക്കാൻ പാടില്ല. അത്രയും ഗൗരവമുള്ള ഒരാൾ മുസ്ലിമും കാഫിറുമായി വേർതിരിക്കുന്ന ഒരു കർമ്മമാണ് നിസ്കാരം എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊരു കർമ്മവുമില്ല എന്ന് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അൽ അഹ്ദുൽ ലദീ ബൈനനാ വബൈനഹും, ഞങ്ങളുടെയും അവരുടെയും അഥവാ മുശ്രിക്കുകളുടെയും ഇടയിലുള്ള ഉടമ്പടി എന്ന് പറയുന്നത് അസ്സലാ, നിസ്കാരമാണ്. ഫമൻ തറകഹാ ഫഖദ് കഫർ, ആരാ നിസ്കാരം ഉപേക്ഷിച്ചുവോ അത് നിഷേധിയായിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ലാ ഹല്ല ഫിൽ ഇസ്ലാമി ലിമൻ ലാ സ്വലാത്ത ലഹു, ഒരുവൻ നിസ്കാരമില്ലെങ്കിൽ അവന് ഇസ്ലാമിന് യാതൊരു ഓഹരിയില്ല. ഇസ്ലാമിന്റെ പേരിൽ വർത്താനം പറയേണ്ട, ഇസ്ലാമിന്റെ ആളാകാൻ അവന് യാതൊരു യോഗ്യതയുമില്ല എന്ന് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. സമാനമായ ധാരാളം സ്വഹാബികളിൽ നിന്ന് നമുക്കത് കാണാൻ സാധിക്കുന്ന കാര്യമാണ്. ഇനി നോക്കൂ സഹോദരങ്ങളെ, നിസ്കാരത്തിന്റെ മറ്റു ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ബാക്കിയുള്ള ഏതൊരു കർമ്മവും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമുക്ക് നിശ്ചയിക്കുന്ന സമയത്ത്, ശരീഅത്തായി നിശ്ചയിക്കുന്ന സമയത്ത് അത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയോട് പറഞ്ഞ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്ന് എത്തിക്കുന്ന രീതിയാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ നിസ്കാരത്തിന്റെ വിഷയം അങ്ങനെയല്ല. നിസ്കാരത്തിന്റെ വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നേർക്ക് നേരെയാണ് പറഞ്ഞിട്ടുള്ളത്. അതിലൊരു കാര്യത്തിന് വളരെയധികം പ്രാധാന്യം ഉണ്ടാകുമ്പോഴാണ് ഒരു ദൂതന്മാരെ പോലും അയക്കാതെ നേർക്ക് നേരെ വിളിച്ചിട്ട് പറയുക. നാട്ടിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എങ്കിൽ രാജാവ് ഒരു ദൂതനെ ഒന്നും അയക്കുകയില്ല, ആരോടാണോ പറയേണ്ടത് അയാളെ നേരിട്ട് വിളിപ്പിക്കും. ഇത്രയും പ്രാധാന്യമുള്ള കാര്യം ഉണ്ടാകുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മിഅ്റാജിന്റെ രാവിൽ, അല്ലെ ഇസ്രാ മിഅ്റാജ് നമുക്ക് നടന്നത് അറിയാം. ഇസ്രാ എന്ന് പറഞ്ഞാൽ മക്കയിൽ നിന്നും ബൈത്തുൽ മഖ്ദിസിലേക്ക് ഒറ്റ രാത്രി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഞ്ചരിച്ചതിനാണ് ഇസ്രാ എന്ന് പറയുന്നത്. അതിൽ നിന്നും രാപ്രയാണം നടത്തി 7 ആകാശത്തിന് മുകളിൽ ഒരു അടിമക്ക് എത്താൻ സാധിക്കുന്നതിൽ ഏറ്റവും മുകളിൽ എത്തിക്കൊണ്ട്, അള്ളാഹുവിന് ഏറ്റവും സാമീപ്യസ്ഥനായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തുകയും അവിടെ വെച്ച് അല്ലാഹു തആല നേർക്ക് നേരെ എന്ത് ചെയ്യുകയാണ്, ഈ നിസ്കാരത്തിന്റെ കാര്യം
അത് ശരീഅത്തിൽ നിർബന്ധമാക്കുകയാണ്. ശരീഅത്തിൽ നിർബന്ധമാക്കുകയാണ് 5 നേരത്തെ നിസ്കാരം. അവിടെ 2 പ്രത്യേകതയുണ്ട്. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല നേർക്കുനേരെ സംസാരിച്ചിരിക്കുന്നു. 2, അതും 7 ആകാശത്തിന് മുകളിൽ വെച്ചിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉന്നതമായ ആ സ്ഥാനത്ത് വെച്ചിട്ടാണ്, മുകളിൽ വെച്ചിട്ടുള്ള സ്ഥാനത്ത് വെച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആല ആ വഹി നൽകുന്നത് എന്നുള്ളത് നിസ്കാരത്തിന്റെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. നാളെ പരലോകത്ത് വെച്ച് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, തൗഹീദിൽ മരണപ്പെടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് ഹിസാബുണ്ട്, കർമ്മങ്ങളെക്കുറിച്ച് ചോദ്യമുണ്ട്. അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കർമ്മങ്ങൾ, ധാരാളക്കണക്കിന് കർമ്മങ്ങളുണ്ട്. അതിലാദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശോധിക്കുന്നത് അവന്റെ നിസ്കാരത്തെ കുറിച്ചിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുവഹിദായ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അംഗീകരിക്കുന്ന ഒരു മനുഷ്യനെ ആദ്യമായി വിചാരണ ചെയ്യുന്നത് അവന്റെ 5 നേരത്തെ നിസ്കാരത്തെ കുറിച്ചിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള കാര്യമാണത്. എന്നിട്ട് ആ നിസ്കാരത്തിന്റെ വിഷയത്തിൽ അവൻ ശരിയാണെങ്കിൽ അതിലെല്ലാത്തിൻ്റെയും 5 നേരത്തെ നിസ്കാരം കൃത്യമാണ്, നിർവഹിച്ചിട്ടുണ്ട്, പാഴാക്കിയിട്ടില്ല. അങ്ങനെ വളരെ കൃത്യമായിട്ടുള്ള നിസ്കാരം അവൻ നിർവഹിച്ചിട്ടുണ്ട് എങ്കിൽ ഫഖദ് അഫ്ലഹ് വനജഹ്, അവൻ വിജയിച്ചിരിക്കുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഇനി നിസ്കാരത്തിന്റെ വിഷയത്തിൽ അവൻ പാഴാക്കിയിരിക്കുകയാണ്, നിസ്കാരം ശരിയാക്കുന്നില്ല, പലപ്പോഴും പാഴാക്കുകയാണ്, അശ്രദ്ധയിലാണ് നിസ്കാരം. ആ രൂപത്തിൽ നിസ്കാരം പാഴാക്കിയ ഒരുവനാണെങ്കിൽ പിന്നീട് അവന് വേറെ ചോദ്യങ്ങളും മറ്റൊന്നുമില്ല. കാരണം ആ നിസ്കാരം പാഴാക്കിയതോടുകൂടി അവന്റെ കാര്യം തീരുമാനമായി. നിസ്കാരം എന്ന് പറയുന്ന ഇത്രയും പ്രാധാന്യമുള്ള റബ്ബിന്റെ ഒരു നിയമം അവൻ പാഴാക്കിയിട്ടുണ്ട് എങ്കിൽ അവന്റെ മറ്റു കർമ്മങ്ങൾ കൊണ്ട് യാതൊരു ഉപകാരവുമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. വളരെ ഗൗരവമുള്ള കാര്യമാണ്. സഹോദരങ്ങളെ, നിസ്കാരത്തിന്റെ മറ്റൊരു പ്രത്യേകതയിൽപ്പെട്ട കാര്യമാണ്, അതിന്റെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ മുസ്ലിമീങ്ങളോടും അവരുടെ കുടുംബത്തോട്, മക്കളോട് കൽപ്പിക്കാൻ പറഞ്ഞിട്ടുള്ളൊരു കർമ്മം ഏതാണെന്ന് വെച്ചാൽ അത് നിസ്കാരമാണ്. അല്ലാഹു തആല ഖുർആനിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു പറയുകയാണ്, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ. നബിയെ, താങ്കളുടെ കുടുംബത്തോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം, അവരെ നിസ്കരിക്കാൻ നിർബന്ധിക്കണം. വസ്തബിർ അലൈഹ, അതിൽ ക്ഷമയോടുകൂടി ഉറച്ചു നിൽക്കാൻ, സഹനത്തോടുകൂടി ഉറച്ചു നിൽക്കാൻ അവരെ ഉപദേശിക്കേണ്ടതുണ്ട്, കൽപ്പിക്കേണ്ടതുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുപോലെ തന്നെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ഓരോരുത്തരോടും പറഞ്ഞ കാര്യമാണ്, നമ്മുടെ മേൽ നിർബന്ധ ബാധ്യതയായി വെച്ചിട്ടുള്ള കാര്യമാണ്. മുറു ഔലാദകും ബിസ്സലാ വഹും അബ്നാഉ സബ്ഇൻ. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. എപ്പോൾ? വഹും അബ്നാഉ സബ്ഇൻ, 7 വയസ്സായാൽ കുട്ടികളോട് നിസ്കാരം കൽപ്പിക്കൽ നമ്മുടെ മേൽ നിർബന്ധ ബാധ്യതയാണ്. ഓരോ ഉപ്പയും ഉമ്മയും അതിനെക്കുറിച്ച് ചോദിക്കപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ചോദിക്കും, നിങ്ങളത് പറഞ്ഞിട്ടില്ല എങ്കിൽ. കാരണം ഇത് കൽപ്പനയാണ്, അത് ഓരോ ഉപ്പക്കും ഓരോ ഉമ്മക്കും നിർബന്ധ ബാധ്യതയാണ്. മക്കൾക്ക് ആ വയസ്സിൽ നിസ്കാരം നിർബന്ധമല്ല. മക്കളെ മേൽ യഥാർത്ഥത്തിൽ നിസ്കാരം നിർബന്ധമാകുന്നത്, ഓരോ മനുഷ്യന്റെ മേലും നിർബന്ധമാകുന്നത്, കർമ്മങ്ങൾ നിർബന്ധമാകുന്നത് അത് പ്രായപൂർത്തി എത്തുമ്പോഴാണ്. അപ്പോഴാണ് അവന്റെ ഷർത്താകുന്നത്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മക്കളോട് ഇത്ര നേരത്തെ തന്നെ നമ്മളോട് നിസ്കാരത്തെ തൊട്ട് കൽപ്പിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നിസ്കാരത്തിന് അത്ര പ്രാധാന്യമുണ്ട്. 7 വയസ്സിൽ കൽപ്പിച്ചു തുടങ്ങണം. പിന്നീട് പറഞ്ഞിട്ടുള്ളത് എന്താണ്? വദ്രിബൂഹും അലൈഹ വഹും അബ്നാഉ 10. 10 വയസ്സായിട്ട് നിസ്കാരം തുടങ്ങുന്നില്ല, പറഞ്ഞൊന്നും കേൾക്കുന്നില്ല എങ്കിൽ അതിന്റെ പേരിൽ അവനെ മർദ്ദിക്കേണ്ടതുണ്ട്, അടിക്കേണ്ടതുണ്ട്. അവനതിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്. അപ്പോഴും നിങ്ങൾ ചിന്തിക്കണം, 10 വയസ്സാകുമ്പോഴും ഒരു കുട്ടിക്ക് നിസ്കാരം നിർബന്ധമാകുന്നില്ല. പക്ഷേ എന്തിനു വേണ്ടിയിട്ടാണ്? 7 വയസ്സു മുതൽ തന്നെ, അഥവാ പ്രായപൂർത്തി എത്തുന്നതിന്റെ ഏതാണ്ടൊരു പകുതി വയസ്സാകുമ്പോൾ തന്നെ അള്ളാഹു അതിനെ ഉപദേശിക്കാൻ കൽപ്പിക്കുകയാണ്. കാരണം നിസ്കാരം അത്ര ഗൗരവമുള്ള കാര്യമാണ്. കുട്ടി ഈ 7 വയസ്സിൽ ഇത് കൃത്യമായി നിസ്കരിക്കാൻ ആരംഭിച്ചിട്ടില്ല എങ്കിൽ മിക്കവാറും പ്രായപൂർത്തി എത്തുന്ന സമയത്ത് അവൻ നിസ്കാരത്തിന്റെ വിഷയത്തിൽ വളരെയധികം തസാഹുൽ കാണിക്കുക, ലാഘവ ബുദ്ധിയോടുകൂടി അതിനെ ഉപേക്ഷിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ഉപേക്ഷിച്ചാലോ, ആ പ്രായപൂർത്തി എത്തിയതിനു ശേഷം അവൻ ഉപേക്ഷിക്കുകയാണ് എങ്കിൽ അവന്റെ വിഷയം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയാണ്. അൽ അഹ്ദുല്ലദീ ബൈനനാ വബൈനഹും അസ്സലാ, ഞങ്ങളുടെയും അവരുടെയും ഇടയിലുള്ള ആ ഉടമ്പടി എന്ന് പറയുന്ന നിസ്കാരമാണ്. ഫമൻ തറകഹ ഫഖദ് കഫർ,
ആരെങ്കിലും അത് ഉപേക്ഷിച്ചാലും കാഫിറായി പോകും. നമ്മുടെ മക്കൾ നിഷേധിയായി തീരാതിരിക്കാൻ നമ്മൾ അവരെ വളരെ കൃത്യമായി ചെറിയ പ്രായത്തിൽ തന്നെ അവരോട് നിസ്കാരം കൽപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, മക്കളോട് നിസ്കാരം കൽപ്പിക്കാൻ പോയിട്ട് അതിനൊരു സൗകര്യം പോലും ഇല്ലാത്ത സ്ഥലത്ത് നമ്മൾ ഭൗതികമായ എന്തെങ്കിലുമൊക്കെ ഉന്നമനത്തിന് വേണ്ടി പഠന സാഹചര്യങ്ങൾ ഒരുക്കുന്ന സമയത്ത് നിസ്കാരത്തിന്റെ വിഷയത്തിൽ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ എത്ര ഗൗരവമുള്ള കാര്യമാണ്. എത്ര ആളുകൾ, ഒരുപാട് ആളുകൾ, മുസ്ലിമീങ്ങളായ ആളുകൾ അവരുടെ മക്കളെ പറഞ്ഞയക്കുന്നത് ആൺകുട്ടികളായിരിക്കും പെൺകുട്ടികളായിരിക്കും. ചിലപ്പോൾ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം നിസ്കരിക്കാൻ യോഗ്യമായ ഒരു വസ്ത്രം പോലും, ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം നിസ്കാരത്തിന് പ്രത്യേക വസ്ത്രം എന്നില്ല, അന്യപുരുഷന്മാരുടെ മുന്നിൽ ധരിക്കുന്ന അതേ വസ്ത്രം തന്നെയാണ് നിസ്കാരത്തിന് പറ്റുക. പക്ഷെ അതിനു പോലും പറ്റാത്ത രൂപത്തിലുള്ള മുട്ടോളമുള്ള വസ്ത്രമൊക്കെ ധരിച്ച് പോകുന്ന പ്രായപൂർത്തിയെത്തിയ പെൺകുട്ടികൾ പോലും ഉണ്ട്. നമ്മൾ 7 വയസ്സാകുമ്പോഴാണ് കൽപ്പിക്കാൻ പറയുന്നത്. അതിന് സാധിക്കുന്നില്ല, കാരണം ഒരു വസ്ത്രധാരണം അങ്ങനെയാണ്. അത്തരത്തിലുള്ള മാനേജ്മെന്റ് സ്കൂളുകളിലാണ് വിടുന്നത്, കാരണം അവിടെ ഉന്നതമായ CBSE ICSE പഠനങ്ങൾ കിട്ടുന്നുണ്ട്. പക്ഷെ അവർ നിസ്കരിക്കാൻ അനുവദിക്കുന്നില്ല. വളരെ കഷ്ടമാണ് കാര്യം. എങ്ങനെയാണ് ഈ മാതാപിതാക്കൾ അല്ലെങ്കിൽ പിതാവിന് ഈ കുട്ടിയോട് നിസ്കരിക്കാൻ കൽപ്പിക്കാൻ പറയുക? കാരണം അതിനുള്ള വസ്ത്രം പോലും ഇല്ലാതെയാണ് ഇവിടെ പറഞ്ഞയക്കുന്നത്. പിന്നെ എങ്ങനെ ഇയാൾക്ക് പറയാൻ സാധിക്കും? നിരന്തരമായ ദുഹർ പാഴാക്കുകയാണ്, ചിലർ അസറും പാഴാക്കുകയാണ്, നിസ്കാരം ഒഴിവായി പോകുകയാണ്. ഇനി പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം, ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള വസ്ത്രധാരണത്തിൽ പോയാലും അവിടെ നിസ്കരിക്കാനുള്ള സൗകര്യമില്ല. അങ്ങനെയുള്ള സ്കൂളുകളാണ് ഇവൻ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഭൗതികമായി ഉന്നത നിലവാരം വേണം എന്നാണ് താല്പര്യപ്പെടുന്നത്. പക്ഷെ മക്കളുടെ ദീനിന്റെ വിഷയത്തിൽ ശ്രദ്ധയില്ലാതായി പോകുന്നു. പിന്നീട് പിൽക്കാലത്ത് മക്കൾക്ക് ദീനീ ബോധമില്ല, മക്കൾ ദീനിന്റെ വിഷയത്തിലേക്ക് അടുക്കുന്നില്ല എന്ന പരാതി മക്കൾ ഉപ്പയും ഉമ്മയും ഒക്കെ പറയുമ്പോൾ അവർ യഥാർത്ഥത്തിൽ ചിന്തിക്കണം, എങ്ങനെയാണ് ഞാൻ പോറ്റി വളർത്തിയത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ, ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതുപോലെ 7 വയസ്സിലൊക്കെ നിസ്കരിക്കാൻ കൽപ്പിച്ചിട്ട് അങ്ങനെ നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടൊക്കെ വളർത്തിയോ? അതല്ല, തോന്നിയതുപോലെ വളർത്തിയിട്ട് പിന്നീട് മക്കൾ അനുസരണക്കേട് കാണിക്കുന്നു, പല ഹറാമുകളിലേക്ക് പോകുന്നു, അവർ നിസ്കരിക്കാൻ വരുന്നില്ല, മസ്ജിദുകളിലേക്ക് എത്തുന്നില്ല, അവർക്ക് ഇതൊന്നും താല്പര്യമില്ല, അവർ മറ്റു പല കാര്യത്തിന്റെയും പിന്നാലെയാണ് എന്ന് നമ്മൾ വേവലാതിപ്പെടുമ്പോൾ നമ്മൾ സ്വയം ചോദിക്കുക, ചെറിയ പ്രായത്തിൽ നട്ടു വളർത്തുന്ന സമയത്ത് കൃത്യമായ ഈമാനികമായ വെള്ളവും വളവുമൊക്കെ നമ്മൾ നനച്ചു കൊടുത്തിട്ടുണ്ടോ? പിന്നെ എങ്ങനെയാണ് നല്ല ഫലവത്തായ കായ്കൾ അവരിൽ നിന്നുണ്ടാകുക? ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരത്തിന്റെ വിഷയത്തിൽ പ്രത്യേകം കുട്ടികളെ 7 വയസ്സാകുമ്പോൾ തന്നെ അവരോട് കൽപ്പിക്കാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ താല്പര്യത്തിൽപ്പെട്ടതാണ് ആ 7 വയസ്സാകുമ്പോൾ തന്നെ കുട്ടികളെ നിസ്കാരത്തിന്റെ കാര്യം നമ്മൾ പഠിപ്പിക്കേണ്ടതുണ്ട്. സൂറത്തുൽ ഫാത്തിഹ പഠിപ്പിക്കേണ്ടതുണ്ട്. അതിന്റെ വേണ്ട ശ്രദ്ധകൾ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ആ രൂപത്തിലുള്ള മദ്രസ പഠനങ്ങൾ നമ്മൾ വളരെ കൃത്യമായി നമ്മൾ കുട്ടിക്ക് കൊടുക്കണം. അവർക്ക് ഫാത്തിഹ പാരായണം ചെയ്യാത്ത കുട്ടികളാകാൻ പാടില്ല, അദ്കാറുകൾ അറിയാത്ത കുട്ടികളാകാൻ പാടില്ല. വേണ്ട രൂപത്തിൽ സഹോദരങ്ങളെ നമ്മൾ കൊടുക്കണം. വളരെ ഗൗരവമുള്ള കാര്യമാണ്, നമ്മൾ ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയമാണ്. കുല്ലുക്കും മസ്ഊലുൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി കുല്ലുക്കും റാഇൻ വ മസ്ഊലുൻ അൻ റഇയതിഹി. നിങ്ങൾ ഓരോരുത്തരും ഭരണാധികാരികളാണ്, ഉത്തരവാദിത്തമുള്ളവരാണ്. നിങ്ങളുടെ കീഴിലുള്ള പ്രജകളെക്കുറിച്ച്, അഥവാ ഓരോ ഗൃഹനാഥന്റെയും കീഴിലുള്ള അവന്റെ ഭാര്യയെക്കുറിച്ച്, കുട്ടികളെക്കുറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിക്കുന്നതാണ്. നിന്റെ ഭാര്യ ദീനില്ലാതെ നടക്കുമ്പോൾ നീ ഒന്നും ഉപദേശിച്ചിട്ടില്ല, നിന്റെ മക്കൾ ദീനില്ലാതെ നടക്കുമ്പോൾ നീ ഒന്നും ഉപദേശിച്ചിട്ടില്ല, പറഞ്ഞു കൊടുത്തിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെയാണ് ആദ്യം ചോദ്യം ചെയ്യുക എന്ന് വളരെ കൃത്യമായി അറിയിക്കുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണാസന്നമായി കിടക്കുന്ന സമയത്ത് പോലും, അവിടുത്തെ റൂഹ് തൊണ്ടക്കുയിൽ എത്തുന്നതിന്റെ ആ അവസ്ഥയിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് സ്വഹാബികൾ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് അസ്സലാ അസ്സലാ. നിങ്ങൾ നിസ്കാരം അത് കൃത്യമായി നിർവഹിക്കണം. വമാ മലക്കത ഈമാനുക്കും, നിങ്ങളുടെ വലങ്കൈ ഉടമപ്പെടുത്തിയവരെയും, അഥവാ നമ്മുടെ കീഴിലുള്ള ആളുകളെയും, അടിമകളാകട്ടെ ഭാര്യയാകട്ടെ കുട്ടികളാകട്ടെ, അവരുടെ വിഷയത്തിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു അനീതിയും ഒരു അക്രമവും ഉണ്ടാകാൻ പാടില്ല. വളരെ ഗൗരവമുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. നിസ്കാരത്തിന്റെ കാര്യം വളരെയധികം താല്പര്യനായിരുന്നു എന്ന് കാണാൻ സാധിക്കും. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വഫാത്താകുന്നത് ഒരു തിങ്കളാഴ്ച ദിവസമാണ്. ഏകദേശം വ്യാഴാഴ്ച ദിവസമാകുമ്പോൾ തന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണ് ഫജർ നിസ്കരിച്ചതിന് ശേഷം പിന്നീട് മസ്ജിദിലേക്ക് വരാൻ സാധിച്ചിട്ടില്ല. പിന്നീടുള്ള വ്യാഴാഴ്ചയുള്ള ബാക്കി നിസ്കാരവും വെള്ളിയും ശനിയും ഞായറുമെല്ലാം
മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയാണ് നിസ്കാരത്തിന് ഇമാമായി നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ വെച്ചുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് അവിടുന്ന് അങ്ങനെ നിസ്കരിക്കുകയായിരുന്നു. അങ്ങനെ തിങ്കളാഴ്ച രാവിലെ ആകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വീട്ടിൽ നിന്നും വിരിപ്പ് മാറ്റിക്കൊണ്ട്, ആ കർട്ടൻ മാറ്റിക്കൊണ്ട് സ്വഹാബികൾ ഒന്നടങ്കം നിസ്കരിക്കുന്നത് വളരെ സന്തോഷത്തോടുകൂടി കൺകുളിർമയോടുകൂടി കാണുന്ന കാഴ്ചകൾ സഹാബികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സന്തോഷത്തോടു കൂടിയാണ് അത് കണ്ടത് എന്നാണ്. കാരണം അവിടത്തേക്ക് സഹാബികൾ നിസ്കാരം അത് കൃത്യമായി നിറവേറ്റുന്നത് എന്ന് കണ്ടപ്പോൾ സന്തോഷമായി. അതുവരെ ആ കാര്യത്തിൽ വളരെയധികം ടെൻഷനിലായിരുന്നു, വേവലാതിയിലായിരുന്നു. അവർ നിസ്കരിക്കാൻ പോകാത്തത് കണ്ടപ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാത്തു നിൽക്കുന്നത് കണ്ടപ്പോൾ അവിടുന്ന് അസ്സലാ അസ്സലാ എന്ന് പറഞ്ഞിട്ട് കൂട്ടത്തിലുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ നിയമിക്കാൻ വേണ്ടി അവിടുന്ന് ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ അവസാനത്തെ വസിയത്ത് ഏതാണെന്ന് ചോദിച്ചാൽ അതിൽപ്പെട്ട കാര്യമാണ് നിസ്കാരത്തിന്റെ വിഷയം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന ആളുകൾ അവന്റെ കർമ്മങ്ങളിൽ ഏറ്റവും ആദ്യം നന്നാക്കേണ്ട നിസ്കാരമാണ്. അല്ല, എത്ര വിരോധാഭാസമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നബിദിനങ്ങളും മറ്റുമൊക്കെ കഴിക്കുന്ന, അതിനുവേണ്ടി തോരണങ്ങൾ കെട്ടാൻ പോകുന്ന, അല്ലെങ്കിൽ അതിനുവേണ്ടി മധുരപലഹാരങ്ങൾ വിതരണം ചെയ്യാൻ മുന്നിൽ നിൽക്കുന്ന ഒരുപാട് ആളുകൾ ആ ദിവസത്തെ നിസ്കാരം പാഴാക്കുന്നു. അല്ലെങ്കിൽ അവരിൽ പലരും അങ്ങനെ നിസ്കരിക്കുന്ന ആളുകൾ തന്നെയല്ല. എന്നിട്ട് അവർ റസൂലിനോടുള്ള സ്നേഹം വാദിക്കുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായി നമുക്ക് നൽകിയ വസിയത്തിൽപ്പെട്ട കാര്യമാണ് നിസ്കാരം അതിൻ്റെ സമയത്ത് അത് നിർവഹിക്കണമെന്നുള്ളത്. നിസ്കാരത്തിന്റെ പ്രാധാന്യത്തിൽപ്പെട്ട മറ്റൊരു കാര്യമാണ്, അതിനെ സംബന്ധിച്ചിടത്തോളം ഒരവസ്ഥയിലും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിസ്കരിക്കാതിരിക്കാൻ അളവില്ല. ഒരാൾക്ക് ബുദ്ധി അത് മറഞ്ഞു പോയിട്ടില്ലേ, അവൻ ഏതവസ്ഥയിൽ നിസ്കരിക്കണം. ഇതും പലരും വീഴ്ച വരുത്തുന്നൊരു വിഷയമാണ്. ആരോഗ്യമുള്ളപ്പോൾ മാത്രമല്ല നിസ്കരിക്കേണ്ടത്. ഒരാൾക്ക് ആരോഗ്യമുള്ള സമയത്ത് നിസ്കരിക്കണം. അയാൾക്ക് ആരോഗ്യമില്ലാതെ രോഗിയായി കിടപ്പിലാകുന്ന സമയത്തും അയാൾ നിർബന്ധമായി നിസ്കരിക്കേണ്ടതുണ്ട്. പലരും വീഴ്ച വരുത്തുന്ന കാര്യമാണ്. ഹോസ്പിറ്റലൈസ്ഡ് ആയാൽ അവർ പിന്നെ നിസ്കാരം ഒഴിവാക്കുന്ന പലരെയും കാണാൻ സാധിക്കും. അവർക്ക് നിസ്കരിക്കാൻ സാധിക്കുന്നില്ല. അല്ലെങ്കിൽ അവരിൽ ചിലർ ധരിച്ചു വെച്ചിരിക്കുന്നത്, അവരിൽ കുറച്ചെങ്കിലും ദീന് മനസ്സിലാക്കി എന്ന ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്നത് ഇതെല്ലാം കൂടി പിന്നീട് നിസ്കരിച്ചാൽ മതി എന്നാണ്. സഹോദരങ്ങളെ, നിസ്കാരത്തിന് അങ്ങനെ മനഃപൂർവ്വം അതിന്റെ സമയം തെറ്റിച്ചുകൊണ്ട് നിസ്കരിക്കുക, ആളുകൾ പറയുന്ന ഖളാ ആക്കുക എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അതിനില്ല. മറിച്ച് നിസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ എന്താണത്, അത് അല്ലാഹു തആല നിർബന്ധ ബാധ്യതയായിട്ട്, സമയം നിശ്ചയിച്ച നിർബന്ധ ബാധ്യതയായിട്ട് അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ള കാര്യമാണ്. കിതാബൻ മൗഖൂത എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. നിർബന്ധമായ സമയം നിശ്ചയിക്കപ്പെട്ട ബാധ്യതയാണ് നിസ്കാരം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏത് ഹാലിനോ നിസ്കരിക്കേണ്ടതുണ്ട്. ഒരാൾക്ക് നിന്ന് നിസ്കരിക്കാൻ സാധിക്കുന്നില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, സല്ലി ഖായിമൻ, നീ നിന്നാണ് നിസ്കരിക്കേണ്ടത് നിർബന്ധ നിസ്കാരം. ഫഇൻ ലം തസ്തതി, സാധിക്കുന്നില്ലേ, പ്രയാസമുണ്ടോ, ബുദ്ധിമുട്ടുണ്ടോ, നിസ്കാരം ഒഴിവാക്കാനല്ല, ഫഖായിദൻ, ഇരുന്നുകൊണ്ട് നിസ്കരിക്കണം. ഫഇൻ ലം തസ്തതി, നിനക്ക് അതിനും സാധിക്കുന്നില്ലേ, ഫഅല ജംബിൻ, എന്നിട്ട് പാർശ്വഭാഗത്ത് നിന്ന് ചെരിഞ്ഞു കിടന്നുകൊണ്ട് നിസ്കരിക്കണം. വലത്തു ഭാഗത്ത് ചെരിഞ്ഞു കിടന്നുകൊണ്ട് മുഖം കിബിലയിലേക്ക് നിസ്കരിക്കാൻ പറ്റുമോ? അങ്ങനെ നിസ്കരിക്കണം. ഇനി അതല്ല, ഇടത് ഭാഗത്ത് ചെരിഞ്ഞുകൊണ്ട് മുഖം കിബിലയിലാക്കി നിസ്കരിക്കാൻ പറ്റുമോ? അങ്ങനെ നിസ്കരിക്കണം. ഇനി ചെരിഞ്ഞു കിടക്കാൻ പറ്റുന്നില്ല, മലർന്നേ കിടക്കാൻ പറ്റുന്നുള്ളൂ എങ്കിൽ തലഭാഗം കിബിലക്കെതിരെ വെച്ചുകൊണ്ട്, കാലുകൾ കിബിലക്ക് നേരെ തിരിച്ചുകൊണ്ട് ആ രൂപത്തിൽ നിസ്കരിക്കണം. ഒരു ഘട്ടത്തിലും നിസ്കാരം ഒഴിവില്ല. തല കൊണ്ട് ആംഗ്യം കാണിച്ചിട്ടെങ്കിലും ആ നിസ്കാരത്തിന്റെ റുകൂഉകളും സുജൂദുകളൊക്കെ ആ രൂപത്തിൽ ആംഗ്യത്തോടു കൂടി പൂർത്തിയാക്കണം. ഒരവസരത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇളവ് നൽകിയിട്ടില്ല. യുദ്ധത്തിൽ പോലും അല്ലാഹു തആല പറഞ്ഞല്ലോ, ഫഇൻ ഖിഫ്തും ഫരിജാലൻ ഔ റുക്ബാന, യുദ്ധത്തിന്റെ കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് അവിടെ നിങ്ങൾ നടന്നുകൊണ്ട് നിസ്കരിക്കണം എന്നാണ് പറയുന്നത്. ഇനി വാഹനപ്പുറത്താകട്ടെ, ഫരിജാലൻ, നിങ്ങളിനി നടന്നുകൊണ്ടാകട്ടെ, ഔ റുക്ബാനൻ, വാഹനപ്പുറത്താകട്ടെ, ആ സമയത്ത് പോലും ആലോചിച്ച് നോക്കണം. ആ സമയത്ത് പോലും ദിക്റുകൾ ചൊല്ലിക്കൊണ്ട് നിസ്കാരത്തിലെ ഫാത്തിഹയും റുക്കൂ ഒക്കെ തലയോട് ആംഗ്യം കാണിച്ചുകൊണ്ട് അതിന്റെ ദിക്റുകൾ ചൊല്ലിക്കൊണ്ട് യുദ്ധവേളയിൽ പോലും നമ്മുടെ തല പോകുമെന്ന് പേടിക്കുന്ന ശത്രുക്കളുമായി ഏറ്റുമുട്ടുന്ന സമയത്ത് നിസ്കാരത്തിന് ഒരു വക്തുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ പാടില്ല എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ അറിയിച്ചിട്ടുണ്ട്. എങ്കിൽ നമ്മൾ ചിന്തിക്കുക, ആരോഗ്യമുള്ള സമയത്ത് അള്ളാഹുവിന്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ ആസ്വദിച്ചിട്ട്, ഒരുപാട് ആഫിയത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയിട്ട്, ഇങ്ങനെ റബ്ബിന്റെ എല്ലാ അനുഗ്രഹങ്ങളും വേണ്ടുവോളം ആസ്വദിച്ചിട്ട് ഒരാൾക്ക് റബ്ബിന് വേണ്ടി തലകുനിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, നെറ്റുതടം അവന്റെ ഭൂമിയിലേക്ക് വെക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ എത്ര വലിയ നന്ദി കെട്ട മനുഷ്യനാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, വളരെ ഗൗരവത്തിൽ നമ്മളിത് മനസ്സിലാക്കണം. നമ്മുടെയൊക്കെ കുടുംബത്തിൽ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടാകും,
നിങ്ങൾ നിസ്കരിക്കാൻ വരുന്നവരായിരിക്കും, നിങ്ങളിങ്ങനെ വരുന്ന ആളുകളാണ്. പക്ഷെ നമ്മുടെ കുടുംബത്തിലൊക്കെ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടാകും. നമ്മൾ നിസ്സാരമായിട്ട് ഉപദേശിക്കാതെ ഒഴിവാക്കരുത്. ചിലപ്പോൾ അവർ ബാക്കി പല കാര്യത്തിലും നല്ല മിടുക്കരായിരിക്കും, നല്ല സംസാര ശൈലിയുള്ള ആളുകൾ, അല്ലെങ്കിൽ പൊതുവെ ജനങ്ങളുമായി ഇടപെടുന്നതിലൊക്കെ വലിയ കേമന്മാരായിരിക്കും. അങ്ങനെയുള്ള പൊതു പ്രവർത്തനങ്ങളിലൊക്കെ ചിലപ്പോൾ മുന്നിട്ട് നിൽക്കുന്ന സജീവ പ്രവർത്തകരായിരിക്കും. പക്ഷെ നിസ്കാരം ഉണ്ടാവില്ല. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് ആളുകൾ ആ രൂപത്തിൽ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അവർ പാവങ്ങളെ കണ്ണീരൊപ്പാനൊക്കെ മുന്നിലുണ്ട്, തയ്യാറാണ്. ആളുകൾ കിറ്റ് കൊടുക്കാൻ അതിനൊക്കെ തയ്യാറാണ്. ആ രൂപത്തിൽ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മുൻപന്തിയിലാണ്. അങ്ങനെ ആളുകൾ പെരുമാറുന്ന സമയത്തും തേനൊലിപ്പിക്കുന്ന സംസാരം ചിലപ്പോൾ ഉണ്ടാകും. പക്ഷെ നിസ്കരിക്കാൻ സാധിക്കാത്തൊരുവനാണെങ്കിൽ അവന്റെ അവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വെറുക്കുന്ന ഫിർഔനിന്റെയും അതുപോലെ തന്നെയുള്ള ആളുകളുടെയും എല്ലാം അവസ്ഥയിൽ നരകത്തിൽ നാളെ കഴിയേണ്ടി വരുമെന്നുള്ള കാര്യം സഹോദരങ്ങളെ നമ്മൾ ശരിക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാർക്ക് വലിയ ശിക്ഷയാണ് നൽകിയിട്ടുള്ളത്. എത്രത്തോളം നിസ്കാരം അതിന്റെ സമയത്ത് നിന്നും തെറ്റിച്ച് കളയുന്ന ആളുകൾക്ക് പോലും നരകത്തിൽ താഴ്വരയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അല്ലാഹു അമ്പിയാക്കളെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞതിന് ശേഷം അവർ നിസ്കരിക്കുന്നവരാണ് എന്നൊക്കെ ഓരോ നബിമാരെ കുറിച്ചും പുകഴ്ത്തി പറഞ്ഞതിന് ശേഷം സൂറത്തു മറിയമിൽ പറയുകയാണ്, ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ, അവർക്ക് ശേഷം ഒരു പിൻതലമുറക്കാർ വരാനുണ്ട്. അള്ളാഹുസ്സലാഹ്, അവർ നിസ്കാരം പാഴാക്കുന്നവരാണ്. വത്തബഉ ശഹവാത്ത്, അവരുടെ ദേഹേച്ഛകളെ പിൻപറ്റുന്നവരാണ്. പല രൂപത്തിലെ ദേഹേച്ഛകളാണ് മനുഷ്യന്മാർ. കച്ചവടം ചെയ്യണം, രാവിലെ മുതൽ കച്ചവടമാണ്, അതിന് ഫജറില്ല. ആ രൂപത്തിൽ കച്ചവടം ചെയ്യുന്ന എത്ര ആളുകൾ കാണാൻ സാധിക്കും. 3-4 മണിക്ക് എഴുന്നേൽക്കുന്നുണ്ട്. അല്ലെ, നമ്മുടെ നാട്ടിലൊക്കെ പല രൂപത്തിലുള്ള അങ്ങനെയുള്ള ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ട്. 2-3 മണിക്കൊക്കെ എഴുന്നേൽക്കാൻ യാതൊരു പ്രയാസം അവർക്കില്ല. അവർ രാത്രി നിസ്കരിക്കാത്തതിന് നമ്മൾ പരാതി പറയുകയില്ല, അള്ളാഹു നിർബന്ധമാക്കിയിട്ടില്ല. പക്ഷേ ആ 2-3 മണിക്ക് പോലും തൻ്റെ ഉറക്കത്തെ കച്ചവടത്തിന് വേണ്ടി മാറ്റിവെച്ചൊരു വ്യക്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വെറും 5 മിനിറ്റ് പോലും നമുക്ക് സമയം വേണ്ടാത്ത വളരെ ചെറിയൊരു സൂറത്ത് പാരായണം ചെയ്തിട്ടെങ്കിലും ഒരാൾക്കൊരു ഫജ്ർ നിസ്കരിക്കാൻ പറ്റും. അതുപോലും നിസ്കരിക്കാൻ സാധിക്കാത്ത, എന്നാൽ അവൻ്റെ ദുനിയാവിന് വേണ്ടി, അവൻ്റെ കച്ചവടത്തിന് വേണ്ടി, അവൻ്റെ ബിസിനസ്സിന് വേണ്ടി നേരത്തെ എഴുന്നേറ്റ് ആ രൂപത്തിൽ തയ്യാറാകുന്ന എത്ര ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അവർ അല്ലാഹുസ്സലാഹ്, നിസ്കാരം പാഴാക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഇത് ഈ ആയത്ത് കേൾക്കുന്ന സമയത്ത് ചില സ്വഹാബികളിൽ ചിലർ ചോദിക്കുന്നുണ്ട്, അക്കാനു താരിഖീന സലാഹ്, അല്ലാഹുസ്സലാഹ്, നിസ്കാരം പാഴാക്കുക എന്ന് പറഞ്ഞാൽ അവർ നിസ്കാരം ഉപേക്ഷിക്കുന്നവരായിരുന്നോ? അപ്പോൾ അവർ പറഞ്ഞത് അല്ല, ഉപേക്ഷിക്കുന്നവരാണെങ്കിൽ അവർ കാഫിറുകളായിട്ടുണ്ട്. അവർ നിസ്കാരം അതിന്റെ സമയത്ത് നിന്നും തെറ്റിക്കുന്നവരാണ്. അങ്ങനെ തെറ്റിക്കുന്നവർക്കുള്ള ശിക്ഷ അള്ളാഹു പറഞ്ഞു, ഫസൗഫ യൽഖൗന ഗയ്യ, അവർ പിന്നീട് ഗയ്യിനെ കണ്ടെത്തും. മുഫസ്സിറുകൾ പറഞ്ഞു, ഗയ്യ് എന്ന് പറഞ്ഞാൽ ഹുവ വാദിൻ ഫി ജഹന്നം, നരകത്തിലുള്ള ഒരു താഴ്വരയാണ്. അപ്പൊ നിസ്കാരം മനഃപൂർവ്വം എത്ര ആളുകൾ ആ രൂപത്തിൽ സ്വഭാവമുള്ള ആളുകളുണ്ട്. നിങ്ങൾ അറിയണം, 7 മണിക്കൊക്കെ കൃത്യമായി അലാറം വെച്ചിട്ട് 7 മണിക്ക് ഫജ്ർ നിസ്കരിക്കുന്ന ആളുകളുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരിക്കലും 7 മണിക്കുള്ള ഫജ്ർ ഒരു സമയത്ത് ഒരിക്കലും വരാത്താരും. അങ്ങനെ കൃത്യമായി 7 മണിക്ക് എഴുന്നേൽക്കുക, എന്നിട്ട് അവൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ച് അവൻ വിചാരിക്കുന്ന നല്ല റാഹത്തെ 2 റക്അത്ത് സുന്നത്ത് ഫജ്ർ നിസ്കരിച്ചാൽ അള്ളാഹു സ്വീകരിക്കുമെന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. സഹോദരങ്ങൾ, സ്വീകരിക്കുകയില്ല. നിസ്കാരം മനഃപൂർവ്വം ഒരാൾ സമയം തെറ്റിച്ച് നിസ്കരിച്ചാൽ നിസ്കാരം റബ്ബു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. കാരണം അല്ലാഹു തആല അതിനൊരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയത്ത് നിന്ന് നീ മനഃപൂർവ്വം തെറ്റിച്ചിട്ട് നീ 1000 റക്അത്ത് നിസ്കരിച്ചാലും നിന്റെ ഫജ്റിന് പകരമാവുകയില്ല. മറിച്ച് വൻ പാപം നീ ചെയ്തിരിക്കുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടണോ? ആത്മാർത്ഥമായി തൗബ ചെയ്ത് ഖേദിച്ചു മടങ്ങുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായി തൗബ ചെയ്ത് ഖേദിച്ചു മടങ്ങുക എന്നുള്ളതല്ലാതെ വേറെ വഴിയില്ല. അങ്ങനെയുള്ള എത്ര ആളുകളുണ്ട്. അവരുടെ ദുഹർ ചിലപ്പോൾ അസർ ബാങ്ക് കൊടുത്തിട്ടായിരിക്കും, അസർ ചിലപ്പോൾ സൂര്യാസ്തമിച്ചിട്ടായിരിക്കും, ഐഷ എല്ലാം കഴിഞ്ഞ് രാത്രിയുടെ മദ്യം കഴിഞ്ഞ് അങ്ങനെ അപ്പുറത്തേക്കായിരിക്കും, അർദ്ധരാത്രി കഴിഞ്ഞിട്ടായിരിക്കും. സഹോദരങ്ങളെ, വളരെ ഗൗരവമുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ നമുക്ക് വളരെ എളുപ്പമായിട്ടാണ് നിസ്കാരം നിശ്ചയിച്ചിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, മറ്റ് പല മതസ്ഥരുടെയും ഇബാദത്തുകൾ, അവർ ചെയ്യുന്ന ആരാധന കർമ്മങ്ങൾ നമ്മൾ ശരിക്കും ഒന്ന് പരിശോധിച്ച് നോക്കണം. അവർക്ക് എന്തെല്ലാം പണികളുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്. ഇസ്ലാമിൽ നോക്കിയാൽ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് നിസ്കാരം. അതിലൊരു കഷ്ടപ്പാടുമില്ല, വളരെ എളുപ്പമാണ് ഇസ്ലാമിൽ നിസ്കാരം എന്ന് പറയുന്നത്. ഒരു പ്രയാസമല്ല ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, എളുപ്പമാണ് അതിലുള്ളത്. ഏറ്റവും എളുപ്പമുള്ള പാരായണങ്ങൾ, എളുപ്പമുള്ള ദിക്റുകൾ അള്ളാഹു നിശ്ചയിച്ചിരിക്കുകയാണ്. ആ എളുപ്പമുള്ള ആരാധന പോലും ഒരാൾക്ക് അത് നിർവഹിക്കാനുള്ള കഴിവില്ലാതായി തീരുമ്പോൾ അള്ളാഹു അതിനും അളവ് നൽകുകയാണ്. അല്ലാതെ മുട്ടിന് വേദനയുള്ള ആളോട് മുട്ടിന് വേദനിച്ച് താഴേക്ക് വീഴുന്നത് വരെ നിസ്കരിക്കണം, അങ്ങനെ നിയമമില്ല ദീനുൽ ഇസ്ലാമിൽ.
കുറച്ച് മുട്ടിന് വേദനയുണ്ട്, പ്രയാസമുണ്ടോ, ബുദ്ധിമുട്ടുണ്ടോ, അവനെ സഹിക്കാൻ സാധിക്കുന്നില്ലേ, ഇരുന്നുകൊള്ളൂ എന്നാണ്. ഇരിക്കാനും പറ്റുന്നില്ല, കിടന്നുകൊള്ളൂ എന്നാണ്. അള്ളാഹു താല അത്രയും കാരുണ്യത്തിലാണ് അവന്റെ ഇബാദത്തുകൾ, കർമ്മങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത്. പക്ഷേ നന്ദി കെട്ട മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അതുപോലും നിർവഹിക്കാൻ സാധിക്കാത്ത ആളുകളാണ്. എന്നാൽ സഹോദരങ്ങളെ, ഇത് സന്തോഷത്തോടുകൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യാൻ അവസരം നൽകി എന്ന ആഗ്രഹത്തോടു കൂടി നിസ്കരിക്കുന്ന, അതിനുവേണ്ടി 5 നേരം മസ്ജിദുകളിലേക്ക് എത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഒരുപാട് പ്രതിഫലങ്ങൾ അവർക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അസ്സലവാത്തുൽ ഖംസ്, 5 നേരത്തെ നിസ്കാരം, വൽ ജുമുഅതു ഇലൽ ജുമുഅ, ഒരു ജുമുഅ നിസ്കരിച്ചു, അടുത്ത ജുമുഅ നിസ്കരിച്ചാൽ, മുകഫിറാത്തുൻ ലിമാ ബൈനഹുന്ന ഇദ്തുനുബത്തിൽ കബായിർ, ഒരാൾ വൻപാപങ്ങൾ മാറ്റി നിർത്തിയാൽ ചെറിയ പാപങ്ങളൊക്കെ അവൻ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന 5 നേരത്തെ നിസ്കാരങ്ങൾ കൊണ്ട് അവന്റെ ഒരു ദിവസത്തെ പാപങ്ങളൊക്കെ അല്ലാഹു തആല പുറത്തു വരും. എത്ര വലിയ നേട്ടമാണത്! നമ്മൾ ആത്മാർത്ഥമായി വുളു എടുത്ത് വന്ന് റബ്ബിന് വേണ്ടി നിസ്കരിച്ചു കഴിഞ്ഞാൽ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനിടയിൽ നമുക്ക് എന്തൊക്കെ അറിഞ്ഞോ അറിയാതൊക്കെ സംഭവിക്കുന്ന പാപങ്ങളുണ്ട്. കണ്ണുകൾ കൊണ്ട്, നാവ് കൊണ്ട്, നമ്മൾ വർത്തമാനങ്ങൾ കൊണ്ട് എന്തെല്ലാം അബദ്ധങ്ങളുണ്ട്. ഇതെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല അതുപോലെ പരിഗണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നന്മകളെക്കാളും ഒരുപാടുണ്ടായേക്കും അത്, ആ തിന്മകൾ. എന്നാൽ ഇങ്ങനെ കൃത്യമായി നിസ്കരിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനിടയിൽ സംഭവിക്കുന്ന പാപങ്ങൾ പുറത്തു തരാണ്. ഒരു ജുമുഅ നിസ്കരിച്ച് അടുത്ത ജുമുഅ നിസ്കരിക്കുമ്പോൾ അതിനിടയിലുള്ള പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരികയാണ്. മാത്രവുമല്ല, ഇങ്ങനെ കൃത്യമായി അല്ലാഹു പറഞ്ഞതുപോലെ ഒരാൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ അവൻ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അതിർവരമ്പുകൾ അത് തെറ്റിക്കുന്നത്, ലംഘിക്കുന്നത് അവൻ വളരെയധികം കുറയും. അവനത് തടയും യഥാർത്ഥ രൂപത്തിൽ നിസ്കരിച്ചാൽ. അള്ളാഹു പറഞ്ഞല്ലോ, ഇന്ന സ്വലാ തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, തീർച്ചയായും നിസ്കാരം എന്ന് പറയുന്നത് എല്ലാ മ്ലേച്ഛവൃത്തികളിൽ നിന്നും മോശം കാര്യങ്ങളിൽ നിന്നും അവനെ തടയുന്നതാണ് എന്നാണ്. നമ്മൾ നിസ്കാരം നന്നാക്കേണ്ടതുണ്ട്. നമ്മുടെ മോശം കാര്യങ്ങളിൽ നിന്ന് നിസ്കാരം തടയുന്നില്ലെങ്കിൽ നമ്മൾ വീണ്ടും പരിശോധന നടത്തേണ്ടത്, പുനഃപരിശോധന ഉണ്ടാകേണ്ടത് നമ്മുടെ നിസ്കാരത്തിന്റെ വിഷയത്തിലാണ്. എങ്ങനെയാണ് നമ്മൾ നിസ്കരിക്കുന്നത് എന്ന കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എൻ സഹോദരങ്ങളെ, 2-3 കാര്യങ്ങൾ കൂടി പറയാനുള്ളത്, ഇത്രയും പ്രാധാന്യമുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയും ഗൗരവത്തോടു കൂടി നിശ്ചയിച്ചിട്ടുള്ള ഈ നിസ്കാരം, അത് പരിപൂർണമായ പ്രതിഫലം അതിൽ ലഭിക്കണമെങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ വളരെയധികം ഖുശൂഅോട് നിസ്കരിക്കേണ്ടതുണ്ട്. അത് വളരെയധികം പ്രാധാന്യമുള്ള കാര്യമാണ്. ഖുശൂഅോടുകൂടി, ഭയഭക്തിയോടുകൂടി നിസ്കരിക്കേണ്ടതുണ്ട്. നിസ്കാരം എന്ന് പറഞ്ഞത് കൊണ്ട് അതിന്റെ പ്രാധാന്യമൊക്കെ നമ്മൾ മനസ്സിലാക്കി. പക്ഷെ എങ്ങനെയെങ്കിലൊക്കെ ഒരു കടമ നിർവഹിക്കുന്നത് പോലെ യാന്ത്രികമായി എന്താണ് ചെയ്യുന്നത്, എന്താണ് പറയുന്നത് എന്നറിയാതെ, അതിൻ്റെ അടിസ്ഥാനപരമായ മതവിധികൾ പോലും അറിയാതെ ഒരാൾ നിസ്കരിച്ചാൽ ആ നിസ്കാരത്തിൽ അവന് അള്ളാഹു ഉദ്ദേശിച്ച രൂപത്തിലുള്ള പ്രതിഫലങ്ങളൊന്നും ലഭിച്ചെന്ന് വരികയില്ല. നോക്കൂ, അല്ലാഹു തആല മുഅ്മിനീങ്ങളെ പുകഴ്ത്തിയപ്പോൾ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ അവർ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞത് അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ എന്നാണ്. അവരുടെ നിസ്കാരത്തിൽ ഭയഭക്തിയുള്ളവരാണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഭയഭക്തിയുള്ള നിസ്കാരം നിർവഹിക്കുന്ന മുഅ്മിനീങ്ങളാണ് വിജയിച്ചിരിക്കുന്നത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇന്നൽ അബ്ദ ലയൻസരിഫു മിൻ സ്വലാത്തി, ഒരു മനുഷ്യൻ അയാൾ നിസ്കാരത്തിൽ നിന്നും സലാം വിട്ടും പിരിയും. വലം യുക്തബു ലഹു മിൻഹാ ഇല്ലാ നിസ്ഫുഹ, അതിൽ ചില ആളുകൾക്ക് പൂർണ്ണമായ പ്രതിഫലം കിട്ടൂല, പകുതിയെ കിട്ടുള്ളൂ. ഇല്ല സുലുസുഹ, ചില ആളുകൾക്ക് 1/3 കിട്ടുള്ളൂ. ഇല്ല റുബുഹ, ചില ആളുകൾക്ക് 4/1 കിട്ടുള്ളൂ. ഇല്ല ഹുമുസുഹ, 5/1 കിട്ടുന്നവരുമുണ്ട്. ഇല്ല സുദുസുഹ, ഇല്ല സുബുഹ, ഇല്ല സുമുനുഹ, ഇല്ല തുസ്ഉഹ, ഇല്ല ഉശ്റുഹ, 6/1, 7/1, 8/1, 9/1, 10/1, അങ്ങനെ ഒന്നും കിട്ടാതെ ഒരു 10/1 മാത്രം കിട്ടുന്ന ആളുകളുണ്ട്. എന്താണ് കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലൈസ ലിൽ അബ്ദി മിൻ സലാത്തിഹി ഇല്ലാ മാ അഖല മിൻഹാ, ഒരു മനുഷ്യന് അവന്റെ നിസ്കാരത്തിൽ എത്രത്തോളം ചിന്ത അവൻ അതിലുണ്ടായിട്ടുണ്ട്, എത്രത്തോളം ശ്രദ്ധ അതിനുണ്ടായിട്ടുണ്ട്, അത്രയും പ്രതിഫലം അവൻ ലഭിക്കുകയുള്ളൂ എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നിസ്കാരത്തിന് ഈ പറയപ്പെട്ട പ്രതിഫലങ്ങൾ ലഭിക്കണമെങ്കിൽ, നിസ്കാരം കൊണ്ട് പാപങ്ങളിൽ നിന്നും നമുക്ക് സുരക്ഷ ലഭിക്കണമെങ്കിൽ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ഖുശൂഅോടുകൂടി നമ്മൾ എന്താണ് പറയുന്നത്, എന്താണ് ചെയ്യുന്നത് എന്ന ബോധ്യത്തോടുകൂടി നിസ്കരിക്കണം. അശ്രദ്ധമായി നിസ്കരിച്ചത് കൊണ്ട് കാര്യമില്ല. കാരണം അശ്രദ്ധമായി നിസ്കരിക്കുന്നവരെ യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ആക്ഷേപിച്ചിട്ടുണ്ട്. ഫവൈലുൽ ലിൽ മുസല്ലീൻ, നിസ്കാരക്കാർക്ക്, ചില നിസ്കാരക്കാർക്ക് അല്ലാഹു പറയുന്നത് നാശമാണ് അവർക്കുള്ളത്. അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അവർ യഥാർത്ഥത്തിൽ അശ്രദ്ധയിലാണ് നിസ്കരിക്കുന്നത്, ശ്രദ്ധയില്ല. അല്ലദീന ഹും യുറാഊൻ, അവർ ആളുകളെ കാണിക്കാൻ വേണ്ടിയാണ് നിസ്കരിക്കുന്നത്.
ഒന്നും ഒരു ശ്രദ്ധ അതിലില്ല. സഹോദരങ്ങൾ, ഗൗരവമുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ശ്രദ്ധയില്ലാതെ ഈ രൂപത്തിൽ റബ്ബിനെ കൃത്യമായി ഓർക്കാതെ നിസ്കരിക്കുന്നവരെ യഥാർത്ഥത്തിൽ മുനാഫിക്കുകളുടെ നിസ്കാരത്തെയാണ് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. ഇദാ ഖാമു ഇലസ്സലാ, അവർ നിസ്കാരത്തിന് വേണ്ടി നിന്നാൽ, ഖാമു കുസാല, മടിയന്മാരായിട്ടാണ് നിസ്കരിക്കുന്നത്. യുറാഊനന്നാസ്, അവർ ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് നിസ്കരിക്കുന്നത്. വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീല, അവർ അള്ളാഹുവിനെ അല്പമേ ഓർക്കുന്നുള്ളൂ എന്നാണ് പറയുന്നത്. സഹോദരങ്ങൾ, നമ്മൾ ചിന്തിക്കുക, നമ്മളെ നിസ്കാരം ഖുശൂഉള്ള നിസ്കാരമാണോ? അതല്ല, നഊദു ബില്ലാഹ്, അള്ളാഹു നമ്മെ കാക്കട്ടെ, ഈ മുനാഫിക്കുകളുടെ നിസ്കാരം പോലെ ആകുന്നുണ്ടോ? നമ്മൾ വളരെ ഗൗരവത്തിൽ നിസ്കരിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് എങ്ങനെയാണ് നമ്മുടെ നിസ്കാരം നന്നാക്കുക? സഹോദരങ്ങളെ, ചുരുങ്ങിയ വാക്കിൽ പറയുകയാണെങ്കിൽ, ഒന്ന്, ഇഖ്ലാസോടുകൂടി നമ്മൾ ആരംഭിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നും പ്രതിഫലം കിട്ടണമെന്ന ആഗ്രഹത്തോടുകൂടി സഹോദരങ്ങളെ എന്ത് ചെയ്യുക? നമ്മൾ നിസ്കാരത്തിന് വേണ്ടി നിൽക്കുക. ഒരാളെ കാണിക്കാൻ വേണ്ടി ആകാൻ പാടില്ല, എന്തെങ്കിലും ഭൗതിക ലക്ഷ്യങ്ങൾക്കോ നേട്ടങ്ങൾക്കോ വേണ്ടി ആകാൻ പാടില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല നാളെ ഇതെന്നിൽ നിന്നും ആദ്യം ചോദിക്കാൻ പോകുന്നത് ഇതാണ്. ഇത് നന്നാക്കിയിട്ടില്ലെങ്കിൽ എനിക്ക് യാതൊരു രക്ഷയുമില്ല എന്ന് മനസ്സിലാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ഇഖ്ലാസോടുകൂടി നിസ്കരിക്കുക. രണ്ടാമത്തെ കാര്യം, സഹോദരങ്ങളെ, നമ്മൾ പഠിക്കേണ്ടതുണ്ട്. നിസ്കാരത്തിന്റെ അഹ്കാമുകൾ പഠിക്കേണ്ടതുണ്ട്. അത് നിസ്സാരമായി നമുക്ക് മറ്റെന്തെങ്കിലുമൊക്കെ ദീനിലെ വലിയ വലിയ മസ്അല പോലെയാണ് എന്ന് വിചാരിക്കരുത്. മറിച്ച് നിസ്കാരം നിർബന്ധമാണ് എങ്കിൽ സഹോദരങ്ങളെ, അതിന്റെ പഠനവും നിർബന്ധമാണ്. നമ്മൾ നിസ്സാരമാക്കി ഒഴിവാക്കി കളയരുത്. നിസ്കാരത്തിന്റെ നിബന്ധനകളെ കുറിച്ചും നിസ്കാരത്തിൽ നിർബന്ധമായി നമ്മൾ ചെയ്തിരിക്കേണ്ട അതിൻ്റെ റുക്നുകളെ കുറിച്ചും അതിൻ്റെ വാജിബുകളെ കുറിച്ചും ഒക്കെ ശരിക്ക് ധാരണ നമുക്ക് വേണം. നമ്മൾ ഇന്നു മുതൽ ഇതുവരെ പഠിച്ചിട്ടില്ലെങ്കിൽ അതിനെങ്ങനെയെങ്കിലുമൊക്കെ അവസരം ഉണ്ടാക്കണം. അൽഹംദുലില്ലാ, അള്ളാഹുവിന് സർവസ്തുതി, നമുക്ക് അത്തരത്തിലുള്ള ക്ലാസ്സുകൾ മലയാളത്തിൽ എടുത്തതുണ്ട്. നമ്മളത് ഇന്നത്തെ കാലത്ത് നമുക്കിന്ന് സഞ്ചരിച്ച് പോകേണ്ടതില്ല. നമുക്കിന്ന് നമ്മുടെ മൊബൈലുകളിൽ നിന്ന് അങ്ങനെയുള്ള ക്ലാസ്സുകൾ കേൾക്കാൻ പറ്റും, എഴുതി പഠിക്കാൻ പറ്റും. നമ്മളൊരു സമയം മാറ്റി വെച്ചേ തീരും. നമ്മൾ എന്തെല്ലാം കാര്യത്തിന് മാറ്റി വെക്കുന്നുണ്ട്. നമ്മൾ കച്ചവടത്തിന് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇപ്പം കച്ചവടം ചെയ്യുന്ന ആൾക്ക് എന്തെങ്കിലുമൊക്കെ കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ കച്ചവടത്തിൽ ഒന്നുകൂടി ഗ്രേഡ് കൂടും, അല്ലെങ്കിൽ കച്ചവടം ഉഷാറാക്കാൻ പറ്റും, അല്ലെങ്കിൽ ജോലിയിൽ ഒരു സ്ഥാനം കയറുമെന്ന് പറഞ്ഞാൽ ജർമ്മൻ ഭാഷ പോലും പഠിക്കാൻ തയ്യാറാണ് ആളുകൾ, അല്ലേ? ജർമ്മനി പോയി ഈ ബിസിനസ് 10 ഇരട്ടിയിൽ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ അത് പഠിക്കാൻ തയ്യാറാണ് ആളുകൾ, തയ്യാറാണ്. ചൈനീസ് പഠിക്കണം ആളുകൾ തയ്യാറാണ്. അവിടെ പോയി കച്ചവടം ചെയ്തിട്ട് ടൺ കണക്കിന് സാധനങ്ങൾ ഇറക്കണം എന്ന് പറഞ്ഞാൽ ആളുകൾ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് പോകും. സഹോദരങ്ങൾ, നമ്മൾ പരലോകവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നമുക്കതിനൊരു ദിവസം ഒരു കുറഞ്ഞ നേരം മാറ്റി വെച്ചിട്ട് നിസ്കാരത്തിന്റെ അഹ്കാമുകളും അതിൽ നമ്മൾ പറയുന്ന ദിക്റുകളും ദുആകളുടെയൊക്കെ അർത്ഥമൊന്നും ഇതുവരെ ഒന്ന് ചിന്തിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം അത് മാത്രം പോരാ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഏറ്റവും ചുരുങ്ങിയ ഒരു വിശദീകരണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ വലിയ വീഴ്ച വരുത്തുന്ന ആളുകളാണ്. നമ്മൾ ഓരോരുത്തരും നമ്മളെ കുറ്റപ്പെടുത്തുക. നമ്മളിനി ശരിയാകേണ്ടതുണ്ട് എന്ന കാര്യം ചിന്തിച്ചുകൊണ്ട് സഹോദരങ്ങളെ നമ്മളത് പഠിക്കുക തന്നെ വേണം. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇങ്ങനെ എല്ലാം ആയാലും അശ്രദ്ധ പിന്നെയും കടന്നു വരും. പഠിച്ചവനും അശ്രദ്ധ വരും. ഇതൊക്കെ പഠിച്ചാൽ അതോടുകൂടി അവന്റെ അശ്രദ്ധ ഇല്ലാതായി തീരുമെന്നൊന്നുമില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില സന്ദർഭത്തിൽ പറഞ്ഞു, നിസ്കാരം അത് ശ്രദ്ധയോടുകൂടി നിസ്കരിക്കാൻ വേണ്ടി ഇദാ ഖുംത ഫീ സലാത്തിക് ഫസല്ലി സലാത്ത മുവദ്ദിഇൻ, നിസ്കരിക്കാൻ വേണ്ടി പുറപ്പെട്ടാൽ, നിസ്കരിക്കാൻ വേണ്ടി ഒരുങ്ങിയാൽ നീ വിട പറഞ്ഞു പോകുന്ന ഒരുവനെ പോലെ നിസ്കരിക്കുക. അഥവാ നീ വിചാരിക്കുക ഇതെന്റെ അവസാനത്തെ അസ്റായിരിക്കും, ഇനിയൊരു മഗ്രിബിൽ ഞാൻ ഉണ്ടാവുകയില്ല, അല്ലെങ്കിൽ ഇത് അവൻ്റെ അവസാനത്തെ മഗ്രിബായിരിക്കും, ഇനിയൊരു ഇശായിൽ ഞാൻ ഉണ്ടാവുകയില്ല, അല്ലെങ്കിൽ ഇത് അവൻ്റെ അവസാനത്തെ ഇശായിരിക്കും, ഇനിയൊരു ഫജർ ഞാൻ ഉണ്ടാവുകയില്ല. ശരിക്കും ചിന്തിച്ചു നോക്കിയാൽ ഇത് എപ്പോഴെങ്കിലും ഇത് സംഭവിക്കും. അല്ലെ, നമ്മളൊക്കെ മരണപ്പെടുന്നത് ഈ പറയുന്ന ഏതെങ്കിലുമൊക്കെ 2 വക്തിനിടയിലായിരിക്കും. രാത്രി ഉറങ്ങുമ്പോൾ മരണപ്പെട്ട ഒരു വ്യക്തിയുടെ അവസാന നിസ്കാരം അത് ഇശാ ആയിരിക്കും, അവൻ ഫജറില്ല, അത് അവസാന നിസ്കാരമായിരുന്നു. പക്ഷെ അവൻ ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പല അശ്രദ്ധയിലാണ് നിസ്കരിച്ചു പോയിട്ടുള്ളത്. അവസാനത്തെ കർമ്മം നന്നാക്കാൻ പറ്റിയിട്ടില്ല. ഇനി ഫജർ നിസ്കരിച്ച് സുബഹിക്ക് അതിനു മുമ്പ്, മഗ്രിബിന് മുമ്പ് അല്ലെങ്കിൽ അസറിന് മുമ്പൊക്കെ ഒരാൾ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഫജറും ളുഹറും ഒക്കെ ആയിരിക്കും അവൻ്റെ അവസാന നിസ്കാരം ഉണ്ടാവുക. അതുകൊണ്ട് ആ ബോധ്യത്തോടു കൂടി പരമാവധി സഹോദരങ്ങളെ ഇദാ ഖുംത ഫീ സലാത്തിക് ഫസല്ലി സലാത്ത മുവദ്ദിഇൻ, വിട പറയുന്ന ഒരുവനെ പോലെ നിങ്ങൾ നിസ്കരിക്കുക എന്നുള്ള കാര്യം സഹോദരങ്ങളെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ നിസ്കാരം അത് ഏറ്റവും റബ്ബ് തൃപ്തിപ്പെടുന്ന നിസ്കാരമാക്കി മാറ്റുകയും അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്ത എല്ലാ പ്രതിഫലങ്ങൾ കരസ്ഥമാക്കാൻ സാധിക്കുകയും ചെയ്യുന്ന മനോഹരമായ അള്ളാഹുവിൻ്റെ തൃപ്തിയുള്ള നിസ്കാരങ്ങളാക്കി മാറ്റുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണം വരെ നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന അവൻ്റെ മഹാഭാഗ്യവാന്മാരായ മുത്തഖീങ്ങളിൽ നമ്മൾ ഓരോരുത്തരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹാദാ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.